ചേച്ചി ഒരു കായക്കുല ഉണ്ട് കൊണ്ടിട്ടാ. ആ എടുത്തോ. ഇത് തീരെ ചെറുതാണല്ലോടാ. ആ ചെറുതാ, കഷ്ടിച്ചൊരിയിലോ ഉണ്ടാവുള്ളൂ. വെച്ചേ നോക്കട്ടെ. 900 ഗ്രാം, 1 കിലോ തികച്ചില്ലല്ലോ. ആ ചെറിയ പോലെയാണല്ലോ. ജൈവ കൃഷിയാ, വളമൊന്നും ചെറുതല്ല. എത്രയുണ്ട് ഇപ്പൊ കിലോക്ക്? ആ ഒരു 40 രൂപ ഇട്ടരാം. ആ 40 രൂപ ഉണ്ടോ? താഴത്തെ കടയിൽ 30 രൂപ പറഞ്ഞു. നമ്മളങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കില്ല. ആ ഒരു 5 രൂപ എടുക്കാനുണ്ടാവോ? 5 ആ ശരിയപ്പ. എന്നാ പിന്നെ കാശ് കിട്ടിങ്ങി പോവായിരുന്നു. ഇനി എന്തുട്ട് അങ്ങോട്ട് തരാനുള്ളത്? ഇത് 900 ഗ്രാമല്ലേ ഉള്ളൂ. അപ്പൊ കാശില്ലേ? 1 കിലോ തണ്ടിന്റെ കുറയ്ക്കണ്ടേ? 900 ഗ്രാം കായെന്ന് 1 കിലോ തണ്ടിന്റെ കുറയ്ക്കേ? ഇത് എവിടെ തന്നെ ആയത്? പിന്നെ തണ്ടിന്റെ കുറയ്ക്കണ്ടേ? എല്ലാവരുടെയും 1.5 കിലോ കുറയ്ക്കാറ്. ഞാൻ 1 കിലോ കുറച്ചിട്ടുള്ളൂ. എങ്ങനെ എങ്ങനെ എങ്ങനെ? അത് കുറച്ച് കഴിയുമ്പോ 100 ഗ്രാമിന്റെ കാശ് നീ ഇങ്ങോട്ട് തരണം. അതാണ് ഈ 5 രൂപ. അപ്പൊ എന്റെ കായ്ക്ക് വിലയില്ലേ? നിനക്കെന്ത് പറഞ്ഞാ മനസ്സിലാകത്തെ? തണ്ടിന്റെ കാശ് കുറയ്ക്കണ്ടേ? എവിടെ കായ എടുക്കണേ? അപ്പൊ ഈ തണ്ടിന് എത്ര കാശ്? ദാ നോക്ക്, കായ 900 ഗ്രാമിന് 35 രൂപ, തണ്ട് 1 കിലോയ്ക്ക് 40 രൂപ. ഇത് കഴിച്ചിട്ട് ഉള്ള 5 രൂപയാണ് നീ എനിക്ക് ഇങ്ങോട്ട് തന്നത്. കൊള്ളാം കൊള്ളാം. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആ കായം എടുത്ത്. അയ്യോ, ഒന്നിതൊന്ന് വായിച്ചു നോക്കിയേ. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല. ഇനി ഇത് കൊണ്ടുപോണെങ്കിൽ കിലോയ്ക്ക് 50 രൂപ വെച്ച് നീ എനിക്ക് തരണം. കൊള്ളാം, നന്നായി. ശരി. അതെ നിന്നെ ഇനി കായ്ക്കൊല്ലുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ കേട്ടാ. ആ ഇനി വെറുതെ തെങ്ങിന്റെ കടക്കിട്ട് മൂടിയാലും കടയിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയില്ല. ഓരോ ടൈപ്പ്. ഇതാണ് പറഞ്ഞ ഇക്കാലത്ത്